This is gado. Yes. ഓരോരോ കോഴിന് ഓരോരോ കൂട്ട് ഇതിന്റെ അപ്പുറത്തെ ബാക്കിൽ No, just this. Oh, this 1,3,000. എല്ലാവർക്കും അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഉബുദിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ മാറി ബാലിയിലത്തെ ഒരു ഗ്രാമത്തിലാണ്. ഓക്കെ, ഒരു സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ നമ്മൾ ഗ്രാമത്തിലോട്ടേക്ക് തന്നെ ഇറങ്ങണം. അതായത് ആ സ്ഥലത്തിൻ്റെ ഹെറിറ്റേജും ആ സ്ഥലത്തിൻ്റെ ലോക്കൽ സ്ട്രീറ്റ് ഫുഡും പിന്നെ ട്രഡീഷനും ഒക്കെ മനസ്സിലാക്കാൻ നമ്മൾ ആ സ്ഥലത്ത് ഗ്രാമത്തിലോട്ടേക്ക് തന്നെ ഇറങ്ങണം. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് കുറച്ച് മുമ്പിലോട്ടേക്ക് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇവിടെ ഈ ബാലി എന്ന് പറയുന്നത് രണ്ട് സൈഡും കാണുമ്പോൾ പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. അപ്പോൾ ഇവിടെ കാണുന്നില്ല, അതാണ് പെട്രോൾ ടാങ്ക്. ഇവിടെ എല്ലാ ഷോപ്സിനും ഇതേമാതിരി ചെറിയൊരു പെട്രോൾ ഔട്ട്ലെറ്റ്, ഒരു ടാങ്ക് മാതിരി ഉണ്ട്. അത് 2 ടൈപ്സ് ഓഫ് പെട്രോൾ ഉണ്ട്, ബ്ലൂ പെട്രോളും റെഡ് പെട്രോളും. അപ്പോൾ ബ്ലൂ എന്ന് വെച്ചാൽ ബേസിക്കലി കുറച്ചൊരു പ്രീമിയം ക്വാളിറ്റിയാണ്. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾക്ക് അറിയുന്ന പോലെ എല്ലാം ക്രൂഡ് ഓയിലിൽ നിന്ന് എന്താ പറയുക എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ഇമ്പ്യൂരിറ്റീസ് അനുസരിച്ച് ക്വാളിറ്റി ഡിഫർ ആവും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വേറൊരു കാഴ്ച. ഇവിടെ കണ്ടില്ലേ കോഴികളൊക്കെ ഓരോരോ കോഴിക്കും ഓരോരോ കൂടാണ്. അപ്പോൾ ഓരോരോ കൂട്ടിൽ അതിനുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. എന്താല്ലേ, അപ്പോൾ എനിക്ക് തോന്നുന്നത് കമ്പാരിറ്റീവ്ലി നമ്മുടെ നാട്ടിലാണ് ബെറ്റർ. അതായത് അറ്റ്ലീസ്റ്റ് കോഴികൾക്ക് ചാവുന്ന വരെ ഒരു ഫ്രീഡം കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ ഓരോരോ വീടിൻ്റെ മുമ്പിലും ഇതേമാതിരി കോഴിക്കൂടുകൾ കാണാൻ സാധിക്കും. അതായത് ചില വീട്ടിൻ്റെ മുമ്പിൽ 1 ആയിരിക്കും, ചില വീട്ടിൻ്റെ മുമ്പിൽ 5 എണ്ണം ഉണ്ടാവും, ചില വീട്ടിൻ്റെ മുമ്പിൽ 10 എണ്ണം ഉണ്ടാവും. അതായത് അവരെ ഒരു കഴിവ് പോലെ ഇങ്ങനെ. പിന്നെ വേറെ ഒന്ന് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഓരോരോ വീടിന് ആവശ്യമുള്ള കൃഷിയും, അതായത് കോഴി, പശുക്കൾ, കാറ്റിൽസ്, പിന്നെ വെജിറ്റബിൾസ് എല്ലാം അവർ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അത് നമ്മുടെ നാട്ടിലും അതേപോലെ തന്നെയാണ് ഏകദേശം അതേ ഒരു കൾച്ചർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതേമാതിരി നമ്മുടെ നാട്ടിലെ പച്ചപ്പൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ വേറൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹെറിറ്റേജ് സിറ്റിയാണ്, ഒരു ഹെറിറ്റേജ് ടൗൺ ആണ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ആ ഒരു ഹെറിറ്റേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാണാം. പിന്നെ ഇത് കണ്ടില്ലേ ലെഫ്റ്റ് സൈഡിൽ, ഇതൊരു അമ്പലമാണ് ഇവിടുത്തെ. എന്തായാലും കൊത്തുപണിയൊക്കെ ഇതൊക്കെ ചിലപ്പം ഏതെങ്കിലും ഒരു വലിയ ഫാമിലീൻ്റെ ടെമ്പിൾ ആയിരിക്കും. ഇവിടെ ബേസിക്കലി 99% ബാലി എന്ന് പറഞ്ഞൊരു ചെറിയ ഐലൻഡിൽ ഹിന്ദു പോപ്പുലേഷനാണ്. ഹിന്ദു എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ ഹിന്ദു അല്ല, വേറെ ഒരു വെറൈറ്റി ഹിന്ദുസാണ് ഇവിടെ ഉള്ളത്. വേറൊരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഹിന്ദുസാണ്, ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ഹിന്ദു റിലീജിയനാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വില്ലേജിൽ നിന്ന് കുറച്ച് പുറത്തോട്ടേക്ക് ഇറങ്ങി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റോഡൊക്കെ 2 ലൈനായി. ഇപ്പോൾ മെയിനായിട്ടുള്ള ഹൈവേസൊക്കെ ഇവിടെ 4 ലൈൻ ഹൈവേസാണ്. 4 ലൈൻസ് വളരെ കുറവാണ്, 2 ലൈൻസാണ് അധികവും കാണാൻ സാധിക്കുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി സിറ്റി ഭയങ്കര ക്ലീനാണ്. ഇത് കണ്ട ഈ ഇളനീരിൻ്റെ സൈസ് ഏകദേശം 2 കിലോ ഉണ്ട്. ഒതുക്കത്തെ വെള്ളം ഇളനീർ കുടിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇളനീരൊക്കെ കുടിച്ച് പുറത്ത് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. റൈറ്റ് സൈഡ് കണ്ടില്ല, ഇത് വേറൊരു അമ്പലമാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ എൻട്രൻസ് ഒക്കെ കണ്ടില്ല, ഇങ്ങനെ ആയിരിക്കും. ഒരു ലെഫ്റ്റും റൈറ്റും എന്താ പറയുക 2 ഐഡൻറ്റിക്കലായിട്ടുള്ള സിമെട്രിക്കലായിട്ടുള്ള 2 പില്ലേഴ്സ് ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടുത്തെ അധിക ടെമ്പിളിൻ്റെയും കവാടം, അതായത് അതിൻ്റെ ആർക്കിടെക്ചർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏതോ ഒരു സിറ്റിയിലോട്ടേക്ക് കയറാൻ പോകുന്ന, ഏതോ ഒരു ടൗണാന്ന് തോന്നുന്നു, ടൗണിലോട്ടേക്ക് കയറാൻ പോകുന്ന. അപ്പോൾ അവിടെ വിവോൻ്റെ ഷോറൂംസ് ഒക്കെ ഉണ്ട്. പിന്നെ കണ്ടില്ലേ ഇവിടെ എല്ലാം സ്കൂട്ടീസാണ്, അല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ കാർസൊക്കെ എന്ന് പറയുമ്പോൾ അധികവും കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ടൊയോട്ട, മസ്ദ, ആ ബ്രാൻഡ്സിലെ കാർസാണ്. പിന്നെ സുസുക്കിയൊക്കെ ഇവിടെ അധികം കിഴിയ വെഹിക്കിൾസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഗുഡ്സിനൊക്കെയാണ് അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പിന്നെ ചെറിയ പിള്ളേരൊക്കെ റോഡ് സൈഡിൽ നിന്നൊക്കെ കളിക്കുന്നൊക്കെ കാണാം. ഇവിടെ ചെറിയ എന്തോ സ്ട്രീറ്റ് ഫുഡൊക്കെ സെല് ചെയ്യുന്നുണ്ട്. ന്യൂ ബോംബെ ടെക്സ്റ്റൈൽസ് നിങ്ങൾ കണ്ടോ? ഏതൊരു ഇന്ത്യൻ ഓപ്പൺ ചെയ്ത, ബാലിയിൽ സിറ്റിലെ ഏതോ ഒരു ഇന്ത്യൻ ഓപ്പൺ ചെയ്ത കടയായിരിക്കും അത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ട്രാഫിക് സിഗ്നൽ വന്ന് നമ്മളിവിടെ കുറച്ച് സ്റ്റക്കായിട്ടുള്ള. ഇപ്പോൾ ഇവിടെ മുമ്പിൽ നോക്ക് ഫുൾ സ്കൂട്ടീസ് അല്ലേ.
ഒരു ബൈക്ക് പോലും കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഇവിടെ സ്കൂട്ടീസിൽ തന്നെ കുറേ സെഗ്മെൻറ്റ്സ് ഉണ്ട്. അതായത് 150cc-ൻ്റെയും 180cc-ൻ്റെയും ഒക്കെ സ്കൂട്ടീസ് ഉണ്ട് ഇവിടെ. റൈറ്റ് സൈഡിൽ ഇവിടെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ റൗണ്ട് അബൌട്ടിൽ ഇതേമാതിരി നല്ല അടിപൊളി സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഭയങ്കര രസമാണ് കാണാൻ. ബേസിക്കലി നല്ല കഴിവുള്ള ആൾക്കാരാണ് ഇവിടെയൊക്കെ ഉള്ളത്. അതായത് ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാർ, അതായത് മെയിനായിട്ടുള്ള ജോബ് എന്ന് വെച്ചാൽ ഈ കൊത്തുപണി അങ്ങനെയൊക്കെയാണ്, ലോക്കലായിട്ടുള്ള ബാലിനീസ്. ഹായ്, ദിസ് ഈസ് ഫിഷ്. Yes, all fish. All fish. What fish? Sea, river. Tuna. Okay. How much one plate? You eat? Yeah. Aku dapat. Pakai. 50.000. You eat rice, mister? No, just this. Oh, this 3,000. 3,000. Yes. Take away? No, eat from here. Oh, ini punya. Just rice this. Yes. Nanti dah ada. Nanti dah. Okay, you said 3,000, right? This 3,000. Take 3. 3. Yeah. Yeah. Some. Yeah, 3. 3. Thank you. തൂണ അല്ലേ? ടേസ്റ്റ് ഉണ്ടോ? ഇവരെന്ത് വീടാണെങ്കിലും ഷോപ്പാണെങ്കിലും ഈ സാധനം നിർബന്ധമാണ്. ഇവരുടെ ട്രഡീഷൻ്റെ ഒരു ഭാഗം പൂജയൊക്കെ ചെയ്യും. നമ്മുടെ നാട്ടിൽ എല്ലാ ഷോപ്പിലും ഒരു ഫോട്ടോവും തിരിയൊക്കെ കത്തിക്കില്ല, അതേപോലെ ഇവർക്ക് ഇത് നിർബന്ധം. ഇവിടുത്തെ കാറൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണെന്ന് മനസ്സിലാവില്ല. കാരണം ഇവിടെ അധികവും ടൊയോട്ടേൻ്റെ വണ്ടികളാണ്. ഇവിടെ ഇറങ്ങുന്ന മോഡലൊന്നും ഇന്ത്യയിൽ ഇറങ്ങില്ല. ഇവിടുത്തെ ടൊയോട്ടേൻ്റെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. നമ്മളെ നാട്ടിലെ സുസൂക്കിൻ്റെ സാധനമൊക്കെ ഇവിടെ ടൊയോട്ട ഇറക്കുന്നുണ്ട്, അതേപോലത്തെ. പിന്നെ വേറെ കുറേ മസ്ദയും വേറെ 2-3 ബ്രാൻഡ്സ് ഉണ്ട്. സുസൂക്കിൻ്റെ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഇവിടെ ഉള്ളത്, അതായത് കരിയർ വണ്ടികൾ. പിന്നെ ഫുൾ സ്കൂട്ടി തന്നെ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫ്രഷ് ടൂണേൻ്റെ കുറച്ച് ബാർബിക്യൂ ഒക്കെ കഴിച്ച്, ബാർബിക്യൂ സ്റ്റിക്സൊക്കെ കഴിച്ച് പിന്നെയും അടുത്ത സിഗ്നൽ വന്ന്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഞാൻ പറഞ്ഞ പോലെ അടുത്ത റൗണ്ട് അബൌട്ടൊക്കെ വേറെ തന്നെ ഒരു സ്ട്രക്ചർ. ഇവിടെ ഇതേമാതിരിയുള്ള സ്ട്രക്ചേഴ്സൊക്കെ ബേസ് ചെയ്തത് മഹാഭാരത സ്റ്റോറീസൊക്കെ വെച്ചിട്ടാണ്. അതായത് അതിലത്തെ ഓരോരോ ക്യാരക്ടേഴ്സാണ്. ഞാൻ കുറേ സ്ഥലത്ത് ഗരുഡ, വിഷ്ണു ഇതൊക്കെ കാണാൻ സാധിച്ചു എനിക്ക്. പിന്നെ നമ്മൾ അതേമാതിരി ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു ടേൺ ഉണ്ട്, ഒരു ബീച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ബീച്ച് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പോകുന്ന വഴിക്ക് ഇതേമാതിരി കുറേ ടെമ്പിൾസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീച്ച് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 2-3 കിലോമീറ്റേഴ്സായി. അവിടെ ഇരിക്കുന്ന 2 ലോക്കൽ ചേച്ചിമാരെ കൈയൊക്കെ കാണിച്ച്. അപ്പോൾ നമ്മൾ ബീച്ച് ഫോളോ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന മാപ്പിൽ ബീച്ചൊക്കെ ഇട്ട്, പിന്നെ ഇവിടെ നാവിഗേഷൻ ബോട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ പതുക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ബീച്ചിൻ്റെ പേര് വെർജിൻ ബീച്ച് എന്നാണ്. അപ്പോൾ നോക്കാം, എന്തായാലും നമ്മൾ കുറച്ച് ടൈം ഉണ്ടല്ലോ, അധികം ലേറ്റ് ഒന്നും ആയിട്ടില്ല. 4 PM ബാലിനീസ് ടൈം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് ആകെ ഒരു 10 കിലോമീറ്റേഴ്സ് കൂടി ഉള്ളൂ ഹോട്ടലിലോട്ടേക്ക്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ. അങ്ങനെ കുറച്ച് മുമ്പോട്ട് വന്ന് 2 സൈഡും വാഴകളൊക്കെ കാണാം. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നമ്മൾ തെങ്ങും തോപ്പും. ഇവിടുത്തെ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ ഇളനീരൊക്കെ എന്ത് സൈസാണ്. ഒരു ഇളനീര് തന്നെ ഉണ്ട് 2 കിലോ, ഏകദേശം ഒരു 2 ലിറ്റേഴ്സ് അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടെന്നാണ്. കാരണം നമ്മൾ 2 പേരും ആ ഒരു ഇളനീര് ഷെയർ ചെയ്തിട്ട് സ്റ്റൊമക്ക് ഓൾമോസ്റ്റ് ഫുള്ളായി. റൈറ്റ് സൈഡ് ഉണ്ടല്ലേ കോഴിക്കുഞ്ഞുങ്ങൾ, അത് ഒരു സ്റ്റിക്കിൽ അറ്റാച്ച് ചെയ്തതാണ്. ഒരു പീസ് ഓഫ് വുഡിൽ 4 കോഴിക്കൂട് ഒരുമിച്ച് കെട്ടിയിട്ട്
ഇവർ ഈ കോഴിക്കൂടൊക്കെ ഇന്ന് ഷോൾഡറിൽ വെച്ചെടുക്ക് നടക്കുന്നൊക്കെ കാണാം. ആ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മളെ നാട്ടിൽ തെങ്ങുമ്മ കയറുന്ന ആൾക്കാർക്ക് സാധനം കൊണ്ടുപോകില്ല, അതേമാതിരി. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ വന്ന് അവസാനം ഇങ്ങനത്തെ ഒരു റോഡായി, ചെറിയ റോഡായി. നമ്മൾ ബീച്ച് ഫോളോ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡൊക്കെ നല്ല ഗ്രീനറീസാണ്, നല്ല രസമുണ്ട് കാണാൻ. ഒരു ഗ്രാമീണതയിലോട്ടേക്ക് വീണ്ടും നമ്മൾ ചുവട് വെച്ചിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എത്തിയെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ബീച്ചിൻ്റെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട്. ഇവിടെയാണ്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഒക്കെ താഴെയാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളങ്ങനെ താഴോട്ടേക്ക് പാർക്ക് ചെയ്താലോ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പാർക്ക് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മൾ ബീച്ച് എത്തി. വോജീനിയ ബീച്ച് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്, കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. കഴിച്ചത് കണ്ട അവിടെ കാണുന്നതാണ് ബീച്ച്. നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് എവിടുന്നോ, ഈ കാട്ടിൻ്റെ ഉള്ളിൽ എവിടുന്നോ ഒരു മ്യൂസിക്, ഇന്തോനേഷ്യൻ മ്യൂസിക്. കേൾക്കുന്നുണ്ടോ? നല്ല രസമില്ലത്. We are approaching towards this beach. Let's see how it is. ഇതൊരു ഹിഡൻ ജെം ആവുമെന്ന് വിശ്വസിക്കുന്നു. Let's see. കാവ്യ ബാക്കിലുണ്ട്. She's coming. Guys, ഇത് കണ്ടോ, ഇതാണ് വൈറ്റ് സാൻഡ് ബീച്ച്. നല്ല രസമല്ലേ? അവിടെ കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. വാവ്, ഇതിൻ്റെ സൈഡിലൊക്കെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഫുൾ പാറ, കറുത്ത പാറ ലെഫ്റ്റ് സൈഡിൽ. എന്താല്ലേ, നല്ല രസമല്ലേ? ഞാൻ വൈഡിലെടുത്ത്, നല്ല രസമില്ലേ അല്ലേ? ഇതൊക്കെ എന്ത് രസം നോക്ക്, കളറും ഒക്കെ വെള്ളത്തിൻ്റെ. എക്കോ കളർ, നല്ല രസമല്ലേ? വാവ്, ഇതൊക്കെ ഇവിടെ ഓരോരോ ഷെയ്ഡ് കാണുന്നുണ്ട്. ലൈറ്റ്, പിന്നെ ലൈറ്റ് ബ്ലൂ ഗ്രീനിഷ്, പിന്നെ ഡാർക്ക് അല്ലേ? വാവ്, ഇവിടുത്തെ സൺസെറ്റ് പൊളിയായിരിക്കും അല്ലേ? ഇത് കണ്ടോ, ഞാൻ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് പാറേൻ്റെ മുകളിൽ നോക്കിയപ്പോൾ ഇവിടെ കണ്ടോ ഫുൾ കാക്ടസ് പ്ലാന്റാണ്, കാട് പിടിച്ച് കിടക്കുന്ന കാക്ടസ് പ്ലാന്റ്. വാവ്, amazing. White Sandwich, Virginia Beach, Bali. Hi, you have hot tea? Tea? Hot tea? Tea? Yes, okay. How much? Tea, hot tea? Yeah? Hot tea? How much? 5,000. 5,000. Okay, what is that? Tea pot. Tea pack. Yeah, tea pot. Teapot. Oh, Yeah. what? Temple. No, I make cooking with something to eat. Oh, okay. Vegetarian. I make food vegetarian. Oh, with that. Okay, okay, nice. You want like this gado gado? Gado, gado, what is that? I don't know. I have already. This. This is gado, gado. Yes. What is that? Veg? Non-veg? Rice. Rice? Yes, rice inside. No, no rice.
ഐ ടേക്ക് 2 ടീ അല്ലേ Is it milk tea? അല്ല ബ്ലാക്ക് ടീ You want milk? You want milk inside? Oh, no, another. 1 milk 1 black tea Yeah. With sugar? yeah little Together bit with sugar. medium sugar yeah Yes. Okay. Yes. sure you have any snacks Snack? Yeah, I have snack. What one snack? Chip or happy? okay no homemade snack I will take that one thanks എടുത്തിട്ട് എല്ലാവരും നോക്കുന്നുണ്ടോ ഏതോ സർവീസ് അത് പിടിച്ച് നിന്ന് കുടിക്കാൻ നമ്മൾ നേരത്തെ ഒന്ന് പിടിച്ചിട്ട് 2 കിലോ ഉണ്ട് ഒരു ടെൻഡർ കോക്കനട്ട് 15,000 ഒന്നിന്, അതായത് നമ്മൾ അവിടെ എത്ര കൊടുത്ത് 30,000 ഉണ്ട് 20,000 20,000 ഇവിടെ എവിടെ പോയാലും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യും നല്ല വൃത്തിയാണ്. ഗൈസ് ഇപ്പോൾ ചായ കുടിച്ചിട്ട് വേണം നോക്കാമല്ലോ ഇവരെ ചായ എങ്ങനെയാണ്. ഇവിടെ മറ്റേ ലുവാക് കോഫിയൊക്കെ കിട്ടും കേട്ടോ ചില സ്ഥലത്ത്. ഒരു ആനിമൽ ഇല്ലേ അതിനെ ഫീഡ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്ക്രീഷൻ കൊണ്ടുണ്ടാക്കുന്ന ഒരു കോഫി ഇല്ല ഉണക്കിയിട്ട്, ആ കോഫി വേൾഡ്സ് എക്സ്പെൻസീവ് കോഫി അത് ഇവിടെയാണ്, ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇവോൾവ് ചെയ്ത്. അത് ഇന്തോനേഷ്യൻ്റെ കോഫിയാണ്, ഇത് എക്സ്പെൻസീവ്. അപ്പോൾ കാണാം ഗൈസ്. അപ്പോൾ സമയം കുറച്ച് സന്ധ്യയായി. ഞാൻ കുറേ കാലം വിചാരിക്കുന്നു ഒരു ഫ്രൂട്ട് കഴിക്കണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വില്ലേജിലോട്ടെയും ടൗണിലോട്ടെയും ഒക്കെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 2 സൈഡ് ഈ ഫ്രൂട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ടിനെ പറ്റി നോക്കിയപ്പോൾ ഇത് ഡുരിയൻ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. ഈ ഫ്രൂട്ടിൻ്റെ പേര് ഡുരിയൻ ഫ്രൂട്ട് എന്നാണ്. അപ്പോൾ ഇത് ഏകദേശം കാണാൻ നമ്മൾ ജാക്ക് ഫ്രൂട്ടിനെ പോലെയാണ്, പക്ഷേ ഇത് ഇത്രയും വലുതാവും. പിന്നെ സ്പൈക്സ് നോക്കുമ്പോൾ കുറച്ച് ലോങ് ആണ്. പിന്നെ അതേമാതിരി ഈ ഫ്രൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചിടാം. പിന്നെ വേറെന്ന് വെച്ചാൽ ഇത് കുറേ കൺട്രീസിൽ ബാൻഡാണ് ഈ ഫ്രൂട്ട്. ഇതിൻ്റെ ഒരു സ്റ്റിങ്കി സ്മെല്ല് കാണുന്നു. കുറേ കൺട്രീസിൽ ഈ ഫ്രൂട്ട് ബാൻഡാണ്. ഒരു കൊച്ചിനെ കാണുന്നില്ലേ ഇങ്ങനെ ക്യാമറയിലോട്ടൊക്കെ നോക്കുന്ന ഫ്രണ്ട് സ്ക്രീനിൽ അതിൻ്റെ മുഖം കണ്ടിട്ട് നല്ല രസം. ഇതാണ് ഇന്തോനേഷ്യൻ ലോക്കൽ ബേബി. അപ്പോൾ നമ്മൾ ഒരു ഫ്രൂട്ട് എടുത്ത് അപ്പോൾ അവരുടെ അടുത്ത് അത് കട്ട് ചെയ്ത് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അവർ അത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ നമ്മൾ നാട്ടിൽ വെട്ടുവാൾ പോലെ കുറച്ച് മീൻസ് അതിൻ്റെ ഔട്ടർ കോർ കുറച്ച് സ്ട്രോങ് ആണ്. അങ്ങനെ ഇവർ ആ ഫ്രൂട്ട് നമുക്ക് കട്ട് ചെയ്ത് തന്ന്. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ ഇതിൽ 2 ഹാഫ്സ് ഉണ്ട്. അപ്പോൾ ലെഫ്റ്റും റൈറ്റിൽ ഓരോ ചെറിയ ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇത് എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഭയങ്കര ഗമ്മിയാണ്, ഭയങ്കര എലാസ്റ്റിക്കാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ജാക്ക് ഫ്രൂട്ട് ഓവർ റൈപ്പായി എങ്ങനെ ഉണ്ടാവും ആ ഒരു ഫോമാണ് ഇതിന്. പക്ഷേ ടേസ്റ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതായത് കുറച്ച് ഒരു ടെൻഡർ കോക്കനട്ടും ജാക്ക് ഫ്രൂട്ടും മിക്സ് ആയ പോലത്തെ ഒരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ പേ ഒക്കെ ചെയ്ത് ടേസ്റ്റൊക്കെ ചെയ്ത് അവിടുന്ന് പതുക്കെ ഇറങ്ങാൻ നോക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, സീ യു.